രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് നയങ്ങളാണ് നടപ്പാക്കുന്നതെന്നും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഇടതുപക്ഷ ശക്തികളുടെ കൂടുതൽ ശക്തമായ പോരാട്ടം കാലം ആവശ്യപ്പെടുന്നുണ്ടെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊഗേരി അഭിപ്രായപ്പെട്ടു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണിക്കാവ് മണ്ഡലത്തിലെ അനുസ്മരണ പതാക ജാഥയിൽ പതാക കൈമാറിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് നയങ്ങളാണ് നടപ്പാക്കുന്നതെന്നും ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഇടതുപക്ഷ ശക്തികളുടെ കൂടുതൽ ശക്തമായ പോരാട്ടം കാലം ആവശ്യപ്പെടുന്നുണ്ടെന്നും CPI ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊഗേരി പറഞ്ഞു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണിക്കാവ് മണ്ഡലത്തിലെ അനുസ്മരണ പതാക ജാഥകൾ കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾക്കും വേണ്ടി ഒരു നൂറ്റാണ്ടുകാലം പടപൊരുതിയതിന്റെ അനുഭവ സമ്പത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടെന്നും സത്യൻ മൊഗേരി പറഞ്ഞു. അതിന് ശക്തമായ വിമർശനമുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ CPI ഉയർത്തുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ചെയ്യുന്നില്ല. വെടിവെച്ച് കൊല്ലുകയാണ്, കൊന്നൊടുക്കുകയാണ്. എത്ര എണ്ണത്തിനെ കൊന്നൊടുക്കുന്നു? അവരെ ജനറൽ സെക്രട്ടറിയെ കൊന്നൊടുക്കി, വെടിവെച്ച് കൊന്നു. അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? എല്ലാം ഈ തരത്തിൽ കൈകാര്യം ചെയ്യുക. ഇത് ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റ് ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. CPIയുടെ പോണ്ടിച്ചേരി പാർട്ടി കോൺഗ്രസ്, ആ പോണ്ടിച്ചേരി പാർട്ടി കോൺഗ്രസ് ചേർന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റിന്റെ അധികാരം എടുത്തതിന് ശേഷമാണ് പോണ്ടിച്ചേരി. ആ പാർട്ടി കോൺഗ്രസിൽ പാർട്ടിയുടെ പ്രമേയം പാസാക്കി. രാഷ്ട്രീയ പ്രമേയം. ആ രാഷ്ട്രീയ പ്രമേയമാണ് നമ്മുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട്. ആ രാഷ്ട്രീയ പ്രമേയത്തിൽ ആദ്യമായി നമ്മൾ ചൂണ്ടിക്കാട്ടി, CPI ചൂണ്ടിക്കാട്ടി, ഇത് സാധാരണഗതിയിലുള്ള ഭരണമാറ്റമല്ല. ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളും മതേതര ശക്തികളും ജാഗ്രത കാണിക്കണം. ഇന്ത്യയിലെ ജനങ്ങളോട് ആദ്യം പറഞ്ഞ പാർട്ടിയാണ് CPI. എത്ര ശരിയാണ്. അതിനുശേഷം നടന്ന പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ് എല്ലാം തന്നെ ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടുതൽ ശക്തിപ്പെടുകയുണ്ടായി. വിജയവാഡയിൽ ചേർന്നിട്ടുള്ള പാർട്ടി കോൺഗ്രസ് മതേതര ശക്തികളും ഇടതുപക്ഷ ശക്തികളും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തി കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ശക്തികൾ ഉയർന്നു വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിയാണ് BJP ജയിച്ചത്. കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ, ശരിയായ നിലപാട്, ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫലം കിട്ടിയെന്നതിനെ കൊണ്ട് കാര്യമില്ല. അവരുടെ ജനകീയ പിന്തുണക്കനുസൃതമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകണം. ആ സാധ്യത കോൺഗ്രസിന്റെ ശക്തമായ നിഷേധാത്മകമായ നിലപാട് കാരണം പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായില്ല, പരസ്പര മത്സരം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJP ജയിച്ചത്. BJP കിട്ടിയ വോട്ടും BJPയെ വിമർശിക്കുന്ന ശക്തികൾക്കും പാർട്ടികൾക്കും കിട്ടിയ വോട്ടുകൾ ഒരുമിച്ച് ചേർത്താൽ BJPയേക്കാൾ എത്രയോ കൂടുതൽ വോട്ടാണ്. ഈ ശക്തികളെ യോജിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട കോൺഗ്രസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും തെറ്റായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും BJP അധികാരത്തിൽ വന്നത്. വീണ്ടും അധികാരത്തിൽ വന്നതോടുകൂടി പുതിയ സാഹചര്യം വരികയാണ്. ഫാസിസ്റ്റ് സ്റ്റേറ്റായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് ജനങ്ങളുടെ മനസ്സിനെ ആ തരത്തിൽ രൂപപ്പെടുത്തണം. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റണം. പരസ്യമായി പറഞ്ഞില്ലേ, ഭരണഘടനയിലെ സോഷ്യലിസ്റ്റ് എടുത്തു കളയണം. CPI ജില്ലാ കൌൺസിൽ അംഗം മണി വിശ്വനാഥ് അധ്യക്ഷയായി. KG സന്തോഷ്, മണ്ഡലം സെക്രട്ടറി N ശ്രീകുമാർ, R ആനന്ദൻ, നൈനാൻ ജോർജ്, K ശ്രീകുമാർ, K പ്രദീപ്, TV അജേഷ്, ആദർശ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.